നമസ്കാരം. ഞാനിന്ന് നടക്കാൻ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഇന്ന് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്താലോന്ന്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ എന്തൊക്കെ കാര്യം ചെയ്യണം നമുക്കൊന്ന് ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ നമ്മൾ ദൈവത്തിന് നന്ദി പറയുക. നമ്മുടെ പ്രിയപ്പെട്ടവരെ ആരോഗ്യത്തോടും ദീർഘായുസ്സോടും കൂടി നമ്മുടെ കൂടെ ഉള്ളതിന് ദൈവത്തിന് ആദ്യം നന്ദി പറയുക. അതിനുശേഷം നമ്മൾ വാതിലൊക്കെ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പ്രകൃതിയൊക്കെ കാണുക. തൊട്ടടുത്ത് വീടാണെങ്കിൽ അങ്ങോട്ട് നമ്മൾ നോക്കണ്ട, ആകാശത്തേക്ക് നോക്കുക, മരങ്ങളെ നോക്കുക, ഈ ഭൂമിനെയൊക്കെ ഒന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ച് അതിനെല്ലാം ഒരു എന്നാ പറയണേ, അതിൻ്റേതായ സ്ഥലത്തൊക്കെ അടുക്കി വെച്ച് വൃത്തിയാക്കി ഇടുക. പിന്നെ നമ്മൾ എല്ലാം ഫേസും പല്ലൊക്കെ തേച്ച് കൈയൊക്കെ കഴുകിയിട്ട് വന്ന് നമ്മൾ ചെറുതായിട്ടൊരു എക്സസൈസൊക്കെ ചെയ്യുക. എല്ലാ ജോയിൻസിനും ഒക്കെ ഒരു ചെറുതായിട്ടൊരു 5 മിനിറ്റ് ആണെങ്കിലും വേണ്ടില്ല, 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എന്നാ പറയണേ, നമ്മൾ മുറിക്കകത്ത് കയറി വന്നിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് കയറുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ പലതും തംബ്നെയിലും അതും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ക്ലിക്ക് ചെയ്യാൻ പോകണ്ട. അതൊക്കെ നെഗറ്റീവ് ചുമ്മാ സ്പ്രെഡ് ചെയ്യണ ഒത്തിരി ഉണ്ടായിരിക്കും. അതൊന്നും നോക്കാൻ പോകണ്ട. അതിലേക്ക് കയറാതെ നമ്മുടെ എന്താ പറയണേ, നല്ല പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ നല്ല പാട്ടുകളൊക്കെ കേട്ടോണ്ട് നമുക്ക് പണി ചെയ്യുക അല്ലേ, അതൊക്കെ കേട്ടോണ്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അന്ന് എന്തെല്ലാം ഓഫീസിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുക. കുട്ടികളാണെങ്കിൽ അന്ന് എന്താ പഠിക്കേണ്ടതെന്ന് ആലോചിക്കുക. വീട്ടമ്മമാരാണെങ്കിൽ അന്ന് എന്താ വീട്ടിൽ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. സന്തോഷത്തോടു കൂടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിച്ച് ഓഫീസിലൊക്കെ പോവുക. വൈകിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും വീട്ടമ്മമാരാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എല്ലാം അടുക്കി നല്ല സുന്ദരികളായിട്ടിരിക്കുക. ഭർത്താക്കന്മാരാണേലും ഭാര്യമാരാണേലും ഓഫീസിൽ തന്നെ വെച്ചിട്ട് പോകണം. വീട്ടിലേക്ക് അതിനെ ചുമന്നുകൊണ്ട് വരാണ്ടിരിക്കുക. വീട്ടിൽ വന്ന് നമ്മുടെ ഭാര്യയുടെയും മക്കളോടെയും അല്ലെങ്കിൽ ഭർത്താവിൻ്റെയും മക്കളോടെയും കൂടെ സന്തോഷത്തോടെ 1 മണിക്കൂർ ഇരിക്കുക. അല്ലാണ്ട് അവിടെ വന്നേച്ച് ഫോൺ വിളിയായി ഓഫീസിലെ കാര്യം പറച്ചിലായി അതിൻ്റെ ആവശ്യമില്ല. അതൊക്കെ അവിടെ ഉപേക്ഷിച്ചേക്കുക. പിന്നെ എന്നാ, നമ്മൾ വൈകുന്നേരം മക്കളും എല്ലാവരുമായിട്ടിരുന്ന് ഒരു നേരം ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ശാന്തമായി കിടന്നുറങ്ങാൻ പോകുമ്പോൾ ദൈവത്തിന് അന്ന് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുക. അത് നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കുമെന്നറിയാമോ? നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിയേ. നമ്മൾ അന്നത്തെ ദിവസത്തിന് എല്ലാത്തിനും എന്ത് വന്നാലും അതിനൊക്കെ നന്ദി. ആരെങ്കിലും മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമിക്കണം, പൊറുക്കണം എന്നും പറഞ്ഞ് നന്ദി പറഞ്ഞിട്ട് നമ്മൾ അന്നത്തെ ദിവസം കിടന്നുറങ്ങുക. നമ്മുടെ ജീവിതം മറിക്കാൻ പറ്റും. ഒന്ന് ഓർത്ത് നോക്കിയേ, ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയേ. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.